ഏറെ ദുഃഖകരമായ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രാർത്ഥനകൾ വിഫലം. MT വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചുവെന്ന് ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. ഇപ്പോൾ ഇതാ MT വാസുദേവൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന അതീവ ദുഃഖകരമായ വിവരമാണ് പുറത്തു വരുന്നത്. ലിജോ ഉണ്ട് നമുക്കിപ്പം. ലിജോ, അങ്ങനെ ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയുമുള്ള മലയാളം വായിക്കുന്ന MD വായിക്കുന്ന ആരാധകരെ സംബന്ധിച്ചിപ്പോൾ ഉണ്ടായിരിക്കുന്നത് MD വാസുദേവൻ നായർ എന്ന വിഖ്യാത എഴുത്തുകാരൻ, സാഹിത്യകാരൻ, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഏത് നിലയിലാണെങ്കിലും സാഹിത്യ മേഖലയിൽ ഏത് മേഖലയിലും ഉണ്ടായിരുന്ന മലയാളത്തിന്റെ അഭിമാനമായ MD വാസുദേവൻ നായർ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 15-ാം തീയതി മുതൽ അദ്ദേഹം കോഴിക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നു. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതീവ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. MDയെ സംബന്ധിച്ചിടത്തോളം MD പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അസുഖത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാൾ പിന്നീടും തിരിച്ചു വരുമെന്ന് സാഹിത്യത്തെ സ്നേഹിക്കുന്ന, എഴുത്തുകാരെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് അദ്ദേഹം ഇനി നമുക്കൊപ്പം ഇല്ല, ആ ഒരു കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70 വർഷത്തോളം, ഏതാണ്ട് 7 പതിറ്റാണ്ടോളം മലയാള സാഹിത്യ മേഖലയുടെ, മലയാള സാഹിത്യം എന്നതിനപ്പുറത്തേക്ക് മലയാളത്തിന്റെ എഴുത്തുരൂപങ്ങളിൽ എല്ലായിടത്തും പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അത് അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ്.